തന്നെ കുടുക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് വ്യാജരേഖയുണ്ടാക്കിയെന്ന് എൻ പ്രശാന്ത് IAS. പഴയ തീയതിയിൽ 2 കത്തുകൾ വ്യാജമായി നിർമ്മിച്ചു. സെക്രട്ടേറിയറ്റിലെ ഓഫീസ് രേഖകളിൽ ഇത് വ്യക്തമാണ്. മാധ്യമങ്ങളിൽ തനിക്കെതിരെ വന്ന രേഖകൾ ജയതിലകിന്റെ ഓഫീസിൽ നിന്ന് നൽകിയതാണ്. താൻ അറിയാതെ തന്റെ ഓഫീസ് ഐഡിയിൽ നിന്ന് ചില ഫയലുകൾ നീക്കം ചെയ്തുവെന്നും പ്രശാന്ത് ആരോപിക്കുന്നു. ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ. 5-ാം മാസം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് എല്ലാ ഡോക്യുമെന്റും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓൾ ഫയൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻ ദ പൊസഷൻ ഓഫ് ദ ഫോർമർ CEO ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് വെച്ചാൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാം എന്ന് തന്നെ പറയുന്നെങ്കിൽ അത് മിനിസ്റ്ററുടെ ഓഫീസിൽ കിട്ടി. മിനിസ്റ്റർ അത് ഡോക്ടർ ജയതിലകിന് കൈമാറുകയും ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് 5-ാം മാസത്തിലുണ്ട് കേട്ടോ. 6-ാം മാസം ഇല്ല എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുന്നു, 7-ാം മാസം ഒരു കത്ത് കൊടുക്കുന്നു. ഈ 2 കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജയതിലക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ട് എന്നിട്ട് കൃത്യമായിട്ട് ഒരു പത്രത്തിൽ അച്ചടിച്ച് വരുന്നു, വാർത്തയാവുന്നു. നമ്മൾ വിചാരിക്കും എല്ലാം കൊള്ളാമല്ലോ. പക്ഷെ നിങ്ങൾ നോക്കണ്ടെന്ന് ഇതെല്ലാം ഞാൻ പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ്. ഈ ഓഫീസ് സംവിധാനം ഉണ്ടല്ലോ ഇവിടെ, ഈ ഓഫീസ് തുറന്ന് ചുമ്മാ നോക്കിയാൽ മതി. ഇത് ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ ജയതിലക് തന്നെ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ കുറേ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്ത് കൊടുത്തു. ഈ ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ആരെ ഡൗൺലോഡ് ചെയ്തവന് അതിൻ്റെ താഴത്തല വരും. അപ്പോൾ ഡോക്ടർ ജയതിലകിൻ്റെ ഓഫീസിൽ ഡൗൺലോഡ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം സർക്കുലേറ്റ് ചെയ്തതാണ്. എനിക്കെതിരെ എന്തോ വലിയ സംഭവം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ടെക്നോളജി അറിയാത്തതുകൊണ്ടായിരിക്കും. ഈ ഓഫീസിനകത്ത് തന്നെ നോക്കിയാണ് ഈ 6-ാം മാസവും 7-ാം മാസവും കിട്ടിയെന്ന് പറഞ്ഞ 2 കത്തുകൾ, ഡോക്ടർ ഈ ഗോപാലകൃഷ്ണൻ കൊടുത്ത കത്തുകൾ 2 പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കത്തിലും ഫയൽ നമ്പർ ഇല്ല, ആ കത്തിന് ലെറ്റർ നമ്പർ ഇല്ല, ലെറ്റർ ഹെഡിലല്ല. ഇദ്ദേഹം SC ഡയറക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തതായിട്ടാണ് ഈ 2 കത്തുകളും കാണുന്നത്. ഇത് അത്ര നിഷ്കളങ്കമല്ല. എങ്ങനെയാണ് 2 IAS ഉദ്യോഗസ്ഥർക്ക് ഇതിന് ധൈര്യം വരിക? മറ്റൊരു IAS ഓഫീസർക്കെതിരെ ഫേക്ക് ആയിട്ടുള്ളൊരു 2 ഫേക്ക് ഡോക്യുമെന്റ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. 6-ാം മാസവും 7-ാം മാസവും 2 ഫേക്ക് ആയിട്ടുള്ള, എന്ന് മാത്രമല്ല ഇതിൽ ഡോക്ടർ ജയതിലക് തെറ്റായ ഒരു ഫേക്ക് ആയിട്ടുള്ള ഡേറ്റ് പോലും ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ. അതായത് അന്നേ ഡേറ്റിൽ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണ് ഈ ഓഫീസിലുണ്ട്. ഈ ഓഫീസിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് സ്കാൻ ചെയ്ത് കയറ്റിയിരിക്കുന്നത്. അത്ര പോലും വ്യക്തത ആ സിസ്റ്റത്തിനകത്തുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രശാന്തിന്റെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്? രോഹിണി, ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ജയതിലകിനെതിരെ ഇപ്പോൾ പ്രശാന്ത് IAS ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ അധികം പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. കാരണം അദ്ദേഹത്തെ കുടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി വ്യാജരേഖകൾ ജയതിലക് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വരുന്ന ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഉന്നതിയുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ള അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പ്രശാന്ത് ICSE ഡയറക്ടറായിരുന്ന സമയത്ത് ഉന്നതിയുടെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ അദ്ദേഹം തിരിച്ചു നൽകിയില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമുണ്ടാകുന്നത്. അവിടെ നിന്ന് പിന്നിങ്ങോട്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരുന്നു. പിന്നീട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ജയതിലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നടന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ പ്രശാന്ത് ഇപ്പോൾ കൃത്യമായി പറയുന്നൊരു കാര്യം, ഉന്നതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ഞാൻ തിരിച്ചു നൽകിയിരുന്നു എന്നാണ്. കാരണം അതിന് കൃത്യമായി രേഖയും അദ്ദേഹം പുറത്തുവിടുന്നു. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കൃത്യമായി അതുതന്നെയാണ്. അതായത് അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ 5-ാം മാസത്തിലെ, അതായത് മെയ് മാസം 14-ാം തീയതി ഇറങ്ങിയൊരു രേഖ അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. അതിൽ പറയുന്നത് അഡീഷണൽ സെക്രട്ടറി, അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ സെക്രട്ടറി ശ്രീജ PS നൽകിയ ഒരു കത്താണ് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിടുന്നതിൽ പ്രധാനമായിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് കൃത്യമായി ഉന്നതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ഇതിന് മുൻപുണ്ടായിരുന്ന ഫോർമർ CEO മടക്കി നൽകിയിരുന്നു എന്നത് കൃത്യമായി പറയുന്ന ഒരു രേഖ അദ്ദേഹം പുറത്തുവിടുന്നു. അപ്പോൾ അങ്ങനെ 5-ാം മാസം, അതായത് മെയ് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മുഴുവൻ ഫയലുകളും തിരിച്ച് ലഭിച്ചു എന്ന് സർക്കാർ രേഖകൾ പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് 6-7 മാസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ബോധപൂർവമായി അദ്ദേഹം ഫയലുകൾ തിരിച്ചു നൽകിയില്ല എന്ന് പറഞ്ഞ് കത്തുകൾ ഉണ്ടാക്കുന്നു. ആ കത്തുകളുമായി ബന്ധപ്പെട്ട് അത് 8-ാം മാസം 1-ാം തീയതി ആ ഫയലുകൾ അത് ഈ ഓഫീസിൽ അപ്ലോഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ പ്രശാന്ത് ഇപ്പോൾ പുറത്തു വിടുന്നുണ്ട് എന്തായാലും. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ജയതിലകിനെതിരെ ഇത്രയും കൃത്യമായി പറയാൻ കാരണമുള്ളത്, ഇതിനെതിരെ ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഇത് മാധ്യമങ്ങൾക്ക് ഈ കത്ത് അല്ലെങ്കിൽ ഈ ഒരു രേഖകളൊക്കെ ചോർന്ന് കിട്ടിയിരുന്നു. ആ ചോർന്ന് കിട്ടിയത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. അതിന് കൃത്യമായ ഉത്തരവും പ്രശാന്ത് നൽകുന്നുണ്ട്. കാരണം
ഈ ചോർന്ന് കിട്ടിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ലഭ്യമായ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും അവസാനം, അതായത് ഈ ഡോക്യുമെൻ്റ് ആരാണ് ഡൗൺലോഡ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി കാണാൻ സാധിക്കും. അത് ഈ ഡോക്യുമെൻ്റ് ഏറ്റവും താഴെ അത് വ്യക്തമായി കാണാൻ സാധിക്കും. അതിലിങ്ങനെ പറയുന്നുണ്ട്, ജനറേറ്റഡ് ഫ്രം ഇ ഓഫീസ് ബൈ ഡോക്ടർ എ ജയതിലക് IAS എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ജയതിലകിൻ്റെ ഓഫീസിൽ തന്നെയാണ് ഈ ഒരു രേഖ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതും അത് പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നതും എന്നും പ്രശാന്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 6-ാം മാസവും 7-ാം മാസവും നിർമ്മിച്ച കത്തുകളെ സംബന്ധിച്ചാണ്. അതിൽ കൃത്യമായി ഫയൽ നമ്പറുകളില്ല, അതിൽ ലെറ്റർ ഹെഡിലല്ല നൽകിയിരിക്കുന്നത്. കാരണം താൻ ഈ രേഖകൾ തിരിച്ച് നൽകിയില്ല, കുറച്ച് ഡോക്യുമെൻറ്റുകൾ കൂടി തിരിച്ച് നൽകാനുണ്ട് എന്ന് പറയുന്ന ഈ കത്തുകൾക്ക് കൃത്യമായി ഫയൽ നമ്പറുകളില്ല. അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായി ലെറ്റർ ഹെഡിലല്ല ഈ കത്തുകളൊക്കെ നൽകിയിട്ടുള്ളത് എന്നാണ്. ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ജയതിലക് ചുമതല മാറിപ്പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ആ ചുമതല മാറിപ്പോകുന്നതിന് തൊട്ട് മുൻപായി തന്നെ 1-ാം തീയതി, ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ ഈ ഒരു രേഖ കൃത്യമായി ഇ ഓഫീസ് അപ്ലോഡ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ രോഹിണി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് തൻ്റെ ഇ ഓഫീസ് ID-യിൽ കയറി ചില ഫയലുകൾ ജയതിലകിന് വേണ്ടി, അല്ലെങ്കിൽ ജയതിലക് പറഞ്ഞതനുസരിച്ചിട്ട് ചില ഫയലുകൾ തൻ്റെ ഇ ഓഫീസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, ഗുരുതരമായ ചില ഫയലുകൾ മാറ്റിയിട്ടുണ്ട് എന്നും പ്രശാന്ത് പറഞ്ഞു വെക്കുന്നുണ്ട് രോഹിണി. ശരി നിഖിൽ, തന്നെ കുടുക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് വ്യാജരേഖയുണ്ടാക്കിയെന്ന N പ്രശാന്ത് IAS പഴയ തീയതിയിൽ 2 കത്തുകൾ വ്യാജമായി നിർമ്മിച്ചു. സെക്രട്ടേറിയറ്റിലെ ഈ ഓഫീസ് രേഖകളിൽ ഇത് വ്യക്തമാണ് എന്നും N പ്രശാന്ത് IAS ആരോപിക്കുന്നു. ജനം TV-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ. M നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.